ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള പാമ്പാടിക്കടുത്തൊരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണുവാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടി, നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. 11 സെൻറ്റിൽ 1560 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഒരു കിടിലൻ വീടാണ് നമ്മളിന്ന് കാണുവാനായിട്ട് വന്നിരിക്കുന്നത്. നല്ല മനോഹരമായൊരു ഗേറ്റൊക്കെ വെച്ച് കോമ്പൗണ്ട് വാളെല്ലാം കെട്ടി മനോഹരമായി അതിരുകളൊക്കെ തീർത്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്നത് അതിവിശാലമായ ഒരു മുറ്റം തന്നെയാണ്. മുറ്റിലൊക്കെ വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്ന മുറ്റം, അതുപോലെ തന്നെ വലതുവശത്താനൊരു കിണർ, സിറ്റ് ഔട്ട്, കാർ പോർച്ച് എന്നിവ വേണ്ട എല്ലാ സൗകര്യങ്ങളും കൂടിയ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് ഈ കാണുന്നത്. 800 മീറ്റർ മാത്രമാണ് പാമ്പാടി ടൗണിലോട്ടുള്ള ദൂരം. എല്ലാ വാഹനങ്ങളും നമ്മുടെ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. വീടിൻ്റെ മുൻവശത്തെ ആ ഭംഗിയൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഗേറ്റ് കടന്ന് നേരെ കയറി വരുന്നു, സിറ്റ് ഔട്ട്, കിണർ. നമുക്ക് വീടിൻ്റെ ബാക്ക് വശവും എല്ലാം ഒന്ന് പോയി കണ്ടിട്ട് വരാം. അതിനു മുമ്പ് കിണറൊന്ന് കാണാം. നല്ല റിങ്ങ് വെട്ടി ഇറക്കിയിരിക്കുന്ന നല്ല മനോഹരമായ ഒരു കിണറാണ്. ധാരാളം വെള്ളം ലഭിക്കുമെന്നാണ് അതിൻ്റെ ഓണർ അറിയിച്ചിരിക്കുന്നത്. സിറ്റ് ഔട്ട് സാമാന്യ വലിപ്പമുള്ളൊരു കാർ പോർച്ച് എന്നിവയെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ ഭംഗി എന്ന് പറയുന്നത് വീടിൻ്റെ മുറ്റമാണ്. 14 കിലോമീറ്റർ മാത്രമാണ് കോട്ടയം ടൗണിലോട്ടുള്ള ദൂരം. കോട്ടയം ടൗണും വലിയ ദൂരത്തിലല്ല സ്ഥിതി ചെയ്യുന്നത്. പാമ്പാടി എന്ന് പറയുന്നത് 10-ാം മൈലാണ്. 10-ാം മൈൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കോട്ടയം ടൗണുമായിട്ടുള്ള ദൂരം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഭംഗി. ഒരു കോർണറിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്. വീടിൻ്റെ തൊട്ടടുത്തൊക്കെ വീടുകൾ പണി തീർന്ന് താമസം തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മുൻവശത്തായിട്ട് ഒരു വീട് കാണുവാനായിട്ട് കഴിയും. നമുക്ക് വീടിൻ്റെ സൈഡ് വഴി നമുക്ക് ഈസിയായിട്ട് ഒരു 3 പേർക്ക് സുഖമായിട്ട് നടന്നു പോകാവുന്ന രീതിയിലുള്ള ഇട കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് വശത്തും അത്യാവശ്യം നന്നായി തന്നെ സ്ഥലം കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ബാക്ക് വശം ഇതാണ്. ഇതിൻ്റെ പുറവശത്ത് നമുക്ക് ധാരാളം ഇടം ലഭിക്കുന്നുണ്ട്. അതുപോലെ കിച്ചൻ്റെ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു റൂഫൊക്കെ ചെയ്യാവുന്ന രീതിയിൽ അവിടെയും ധാരാളം സ്ഥലം കൊടുത്തിട്ടുണ്ട്. 11 സെൻറ്റ് സ്ഥലം നമുക്ക് ഒരു വീട് വെക്കാൻ ധാരാളമാണ്. ഇതാണ് കിച്ചണിൽ നമ്മൾ ഇറങ്ങി വരുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. പെയിൻറ്റിങ് വർക്കുകളൊക്കെ അവസാന നിമിഷത്തിൽ പോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. എല്ലാം ഫിനിഷ് ചെയ്ത് നൽകുന്നതാണ്. ഇതിൻ്റെ ഡോറിൻ്റെ പെയിൻറ്റിങ്ങും അതുപോലെയൊക്കെ കുറച്ച് വർക്കുകൊണ്ട് മാത്രമേ പെൻഡിങ് ഉള്ളൂ. ഇതാണ് നമ്മൾ കയറി വരുമ്പോഴത്തെ വലതുവശത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്. കരിങ്കല്ല് ഒക്കെ ഉപയോഗിച്ച് മതിലും കെട്ടുമൊക്കെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസ് നമ്മൾ വെളിയിലാണ് വീടിൻ്റെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസ് നമുക്കിവിടെ നോക്കിയാൽ കാണുവാൻ കഴിയും. കയറി വരുമ്പോൾ വലതുവശത്തായിട്ടാണ് നമ്മുടെ സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. കണ്ടല്ലോ, സ്റ്റെയർ കേസ് നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. നമുക്ക് വീടിൻ്റെ മുൻവശത്തേക്ക് ചെന്നെങ്കിൽ വീടിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. നല്ല മനോഹരമായി ചെയ്തിരിക്കുന്ന വുഡിൽ ചെയ്തിരിക്കുന്ന വിൻഡോയും അതുപോലെ തന്നെ ഡോർസും ഒക്കെയാണ്. ഫ്ലോറിങ്ങൊക്കെ നല്ല മനോഹരമായി ടൈൽ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. തൂണുകളൊക്കെ ആണെങ്കിലും നല്ല മനോഹരമായ ഡിസൈൻ ടൈലുകൾ ഉപയോഗിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. നമുക്ക് വീടിൻ്റെ ഡോറ് തുറന്ന് നമുക്ക് അകത്തേക്കൊന്ന് പ്രവേശിക്കാം. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന നല്ല മനോഹരമായ ഒരു ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയൊക്കെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലിവിങ് ഏരിയയാണ്. 2 പാളിയുടെ ജനാല 2 വശത്തുള്ളതുകൊണ്ട് ലിവിങ് ഏരിയയിൽ പകൽ സമയത്ത് ലൈറ്റൊന്നും ഇടാതെ തന്നെ ധാരാളം വെളിച്ചം നമുക്ക് റൂമിൽ ലഭിക്കുന്നുണ്ട്. ലിവിങ് റൂമിൽ ലഭിക്കുന്നുണ്ട്. ലൈറ്റൊന്നും ഇടാതെ തന്നെയാണ് വീടിൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് ഞാൻ എടുത്തത്. ഏകദേശം ഒരു 11 മണിയോട് ഉള്ള സമയത്താണ് ഞാൻ അവിടെ എത്തിച്ചേർന്നത്. ഈ ഒരു ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടതാണ്. നല്ല വിശാലമായ ഒരു ഡൈനിങ് ഏരിയയാണ്. ലിവിങ് ഏരിയയിൽ നിന്നും ഡൈനിങ് ഏരിയയിൽ നമുക്ക് വേണമെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ കിച്ചൺ നമുക്ക് ഡൈനിങ്ങിൻ്റെ അവിടെ വാഷ് ബേസിനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ലിവിങ് ഏരിയ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അവിടെ ഒരു ഗസ്റ്റൊക്കെ വന്നിരുന്നാലും നമ്മുടെ ബെഡ്റൂമുകളിലേക്കുള്ള ആക്സസ് ഒന്നും നമുക്ക് എല്ലാം ഡൈനിങ്ങിൻ്റെ ആ ഒരു പോർഷനിലാണ്
എന്നാൽ ഡൈനിങ്ങിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു സ്ഥലവും നമുക്ക് കാണുവാൻ കഴിയും. ഈ ഏരിയയാണ് ഡൈനിങ്ങിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഏത് റൂമിലേക്ക് പോകാനോ എല്ലാം അതിൻ്റേതായിട്ടുള്ള പ്രൈവസി ധാരാളമായിട്ട് ഈ ഒരു വീടിന് നൽകിയിട്ടുണ്ട്. അവർ അതിന് ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് കിച്ചൺ കാണാം. നല്ല വിശാലമായ ഒരു കിച്ചൺ തന്നെയാണ്. നല്ല ഫ്ലോറിങ്ങിൽ നല്ല വുഡൻ ഫിനിഷിങ്ങോട് കൂടിയ ഒരു പ്രത്യേകമായ ഡിസൈനോട് കൂടിയ ടൈലുകളാണ് അതിൻ്റെ വോളിലും അതുപോലെ തന്നെ ഫ്ലോറിങ്ങിലും കൊടുത്തിരിക്കുന്നത്. കബോർഡ് വർക്കുകളെല്ലാം തന്നെ ഫിനിഷ് ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. വീടിൻ്റെ ദർശനം എന്ന് പറയുന്നത് കിഴക്കോട്ടാണ് ദർശനം. വളരെ മനോഹരമായി തന്നെ ആ ഒരു വെളിച്ചം നമുക്ക് രാവിലെ സമയത്ത് വെളിച്ചം നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് ലഭിക്കുന്നുണ്ട്. രണ്ടാമത്തെ കിച്ചൺ നമുക്ക് കാണാം. ഇവിടെ നമുക്ക് അത്യാവശ്യം വർക്കൊക്കെ ചെയ്യാവുന്ന രീതിയിലാണ് നമുക്കിവിടെ കിച്ചൻ്റെ ആ ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തീ കത്തിക്കുന്ന ആ ഒരു പോർഷൻ നിങ്ങൾ കണ്ടല്ലോ. അവിടെ പുകയില്ലാത്ത അടുപ്പാണ് നൽകാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റേ അടുപ്പും കൊടുക്കാം. കാരണം ചിമ്മിനി ഓൾറെഡി നൽകിയിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇവിടെ നമ്മൾ വിൻഡോ കൊടുത്തേക്കുന്നതുകൊണ്ട് ഈ അടുക്കളയിലും നമുക്ക് ധാരാളം വെളിച്ചം കടന്നു വരുന്നുണ്ട്. ഇവിടെ കബോർഡ് വർക്കൊക്കെ ഫിനിഷിങ് ആവാനുണ്ട്. അതിൻ്റെ ഡോർസുകളൊക്കെ വെക്കാനുണ്ട്. ഇവിടെ നമ്മൾ നോക്കിയാൽ കിച്ചൻ്റെ ആ ഒരു ഭാഗം നമുക്ക് ഫുള്ളായിട്ട് ഇവിടെ നിന്ന് കാണുവാനായിട്ട് കഴിയും. ബാക്കി വശമൊക്കെ പ്ലോട്ടുകളാണ് എല്ലാം അങ്ങനെ തന്നെ. അവിടെയൊക്കെ വീടുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. നമുക്കിനി കിച്ചനും എല്ലാം കടന്ന് നമുക്ക് വേണമെങ്കിൽ ബെഡ്റൂമുകൾ നമുക്ക് കാണുവാനായിട്ട് നമുക്ക് പോകാം. നല്ല ഡോറാണ് നമുക്ക് ഈ കിച്ചൺ നൽകിയിരിക്കുന്നത്. ഡിസൈനോട് കൂടിയ 3 ബെഡ്റൂമാണ് വീട് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കിച്ചണോട് ചേർന്നുള്ള ആ ഒരു ബെഡ്റൂമിൽ നമുക്ക് ആദ്യം കാണാം. കണ്ടുള്ള ഫ്ലോറിംഗ് ഒക്കെ വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ലിവിങ് ഏരിയയോട് ചേർന്നുള്ള ബെഡ്റൂം നമുക്ക് ആദ്യം കാണാം. നല്ല വലുപ്പമുള്ള, അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ബെഡ്റൂമാണ് ലിവിങ് ഏരിയയുടെ തൊട്ടടുത്ത ബെഡ്റൂം കൊടുത്തേക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. നല്ല വെളിച്ചം നമുക്ക് പകൽ സമയത്ത് ബെഡ്റൂമിലേക്ക് എല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാത്റൂമിൻ്റെ അകത്ത് പോലും ലൈറ്റ് ഞാൻ ഇട്ട് നോക്കാതെയാണ്. അവിടെയും നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട്. അവിടുത്തെ ടൈലുകൾ എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേകം ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലോസറ്റും പ്ലംബിംഗ് വർക്കുകളും എല്ലാം അതിൻ്റെ ഗുണനിലവാരം അനുസരിച്ചാണ് ചെയ്തേക്കുന്നത്. വാഷ് ബേസിനും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. മിറർ വരെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. നമുക്കിനി സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോകാം. ഞാൻ പറഞ്ഞ പെയിൻറ്റിങ് വർക്കുകളൊക്കെ ഡോറിനൊക്കെ നൽകാനുണ്ട്, വിൻഡോയ്ക്കുമൊക്കെ. അതിനെ ഫിനിഷ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഈ ടൗണിലോട് ചേർന്നിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് എത്രയും വേഗം നിങ്ങളെ വിളിക്കാം. എത്രയും വേഗം സെയിലാകാൻ സാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും 3 ബെഡ്റൂം, 3 ജനാലകൾ കൊടുത്തേക്കുന്നത്. ധാരാളം വെളിച്ചം നമുക്ക് ബെഡ്റൂമിലേക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ സെയിം പാറ്റേണുള്ള ഒരു ടൈലാണ് നൽകിയിരിക്കുന്നത്. മറ്റ് നല്ല അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമാണ് എല്ലാം തന്നെ. എല്ലാ റൂമുകൾക്കും അത്യാവശ്യം വലിപ്പം കൊടുത്തിട്ടുണ്ട്. ചെറിയ റൂമുകളൊന്നുമല്ല. നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നമ്മൾ കയറി വന്ന ലിവിങ് ഏരിയ, ഡൈനിങ്, കിച്ചണ്. മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ കയറുകയാണ്. അവിടെ 3 പാളിയുടെ 2 ജനാലകൾ കൊടുത്തേക്കുന്നുണ്ട്. ധാരാളം വെളിച്ചം നമുക്ക് ബെഡ്റൂമിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ബാത്റൂം അറ്റാച്ച്ഡാണ്. നല്ല ഡിസൈനുള്ള ഡോറുകളൊക്കെ നൽകി അതും മനോഹരമാക്കിയിട്ടുണ്ട്. ഞാനായിട്ട് ബാത്റൂം തുറന്ന് കാണിക്കാനായി, കാരണം എല്ലാ ബാത്റൂമും സെയിം തന്നെ ആയതുകൊണ്ട് അധികം വലിച്ച് നീട്ടിക്കൊണ്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിവേ നമ്മുടെ ഏകദേശം വീടിൻ്റെ ഉൾവശം നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കുവാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ വിലയും വിവരങ്ങളും ഒക്കെ നമ്മൾ ഇതിൻ്റെ ക്യാപ്ഷനിലും തമ്പനയിലും കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഏത് സമയം വിളിക്കാവുന്നതാണ് ഇതിൻ്റെ വിവരങ്ങൾ അറിയുവാനായിട്ട്. ഇനി ഈ പാമ്പാടിയെ പറ്റി പറയുകയാണെങ്കിൽ തൊട്ടടുത്ത് സ്കൂള്, കോളേജുകൾ എല്ലാം തന്നെയുണ്ട്. അതുപോലെ തന്നെ ബാങ്കുകൾ, അമ്പലങ്ങൾ, പള്ളികൾ, മുസ്ലിം പള്ളി എന്നിവ വേണ്ട എല്ലാ വിഭാഗക്കാരുടെയും അമ്പലങ്ങളും ദേവാലയങ്ങളും പള്ളികളും എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ടൗണാണ് പാമ്പാടി ടൗൺ. പോലീസ് സ്റ്റേഷൻ, രജിസ്ട്രേഷൻ ഓഫീസ് തുടങ്ങിയവയെല്ലാം തന്നെ നമുക്ക് പാമ്പാടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രിയൊക്കെ തൊട്ടടുത്തായിട്ട് തന്നെ 1 കിലോമീറ്റർ ചുറ്റളവിൽ ആശുപത്രിയൊക്കെ നമുക്ക് ഉണ്ട്.
ഒരിക്കൽ കൂടി പറയട്ടെ, നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കൺ ഞെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. ഇനിയും മെയിനായിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇതുപോലെ വീടുകൾ വിൽക്കുവാനോ വാങ്ങുവാനോ ഒക്കെ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.